കണ്ണൂർ കക്കാട് തുളിച്ചേരി വയൽ കനാലിലൂടെ മലിനജലം ഒഴുകുന്നു. ശുദ്ധജലം കിട്ടാതെ വലഞ്ഞ് പ്രദേശവാസികൾ. കുടിവെള്ള പ്രശ്നം രൂക്ഷമായതോടെ കലക്ടർക്ക് പരാതി നൽകി കോർപ്പറേഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. കക്കാട് തുളിച്ചേരിയിലെ മലിനജല പ്രശ്നം ദിനംപ്രതി രൂക്ഷമായിരിക്കുകയാണ്. കുടിവെള്ളത്തിനു പകരം മലിനജലം ലഭിക്കുന്ന സാഹചര്യം ജനങ്ങളെ ഏറെ വലച്ചിരിക്കുന്നു. കുടിക്കാൻ മാത്രമല്ല പാചകത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് പോലും ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളിവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തോട് സൈഡിൽ നിൽക്കുന്ന വീടുകളിൽ ഒരാൾക്ക് ഒരു നല്ല കുടിവെള്ളം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കിണറുകൾ കംപ്ലീറ്റ് വേസ്റ്റ് വെള്ളമാണ്. കാര്യം പല വീടുകളിലും നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ക്വാളിഫൈം ബാക്ടീരിയകളാണ്. അത് മാത്രമല്ല ഇത് ചെറിയൊരു മഴ പെയ്യുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല കുറേയധികം കച്ചറ വെള്ളം ബ്ലാക്ക് കളർ വെള്ളമാണ് അത് ഒഴുക്കി വിടുക. ഈ മഴ വരുന്ന സമയങ്ങളിൽ മാത്രം അവർ കാത്തു വെക്കുകയാണ് തുറന്നു വിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, മഴ നിന്ന് കഴിഞ്ഞാൽ അതവരെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ മഴവെള്ളത്തിൻ്റെ കൂടെ ഡയലൂട്ടായിട്ടാണ് ഈ വേസ്റ്റ് സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ വരുന്നത് ഇവിടെ. ഇപ്പം പല മത്സ്യങ്ങൾ കംപ്ലീറ്റ് ചത്തുപൊങ്ങി. അതിപ്പോൾ കംപ്ലീറ്റ് ഒഴുകിപ്പോയിട്ട് ഇവിടെ നിങ്ങൾ പക്ഷികൾ കഴിക്കാൻ തുടങ്ങും. ഈ പക്ഷികൾ കംപ്ലീറ്റ് കഴിച്ച് അതും ചത്തുപോകും. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, കോർപ്പറേഷൻ ഓൾ സ്റ്റാഫ്, ഇപ്പോൾ HA സൂപ്രണ്ട് വന്നിട്ടുണ്ട്, MLA വന്നിട്ടുണ്ട്. എല്ലാ ആൾക്കാർക്കും കാര്യങ്ങൾ വളരെയധികം വ്യക്തമായിട്ട് ബോധ്യമായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് അവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു പരിഹാരമായിട്ടില്ല എന്നാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. 4 വർഷം മുന്നേ നമ്മൾ വീണ്ടും ഇത് 10 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മളത് എല്ലാ ഓഫീസുകളിലും വീണ്ടും ഒന്നുകൂടെ കയറി ഇറങ്ങി. പക്ഷേ ഇതിനൊരു പരിഹാരമായിട്ടില്ല. പരിഹാരമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെള്ളം വരത്തില്ലായിരുന്നല്ലോ. ഏറെ വർഷങ്ങളായി ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മലിനജലം ഒഴുകുന്നുണ്ടെങ്കിലും അധികൃതർ വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. ഇതുവഴി പ്രദേശത്തെ കിണറുകൾ മലിനമാവുകയും കുടിവെള്ള പ്രശ്നം രൂക്ഷമാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. രാവിലെ 7 മണിക്ക് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ വെള്ളത്തിൽ നല്ല കുറേ മത്സ്യങ്ങളെ കണ്ടു. അതുകൊണ്ട് ഇറങ്ങി എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ മത്സ്യങ്ങളൊക്കെ ചത്ത് ഒഴുകുന്നു. ആ സമയത്ത് വെള്ളം കറുത്ത വെള്ളം ഒരു കക്കൂസ് മാലിന്യം പോലത്തെ അവസ്ഥയിലാണ്. ഞാനെന്ത് ചെയ്ത് വണ്ടി എടുത്തിട്ട് ഇതിൻ്റെ ഉടവരം തേടി പോയി ആനക്കുളം വരെ പോയി. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അത് തോട് മാത്രമാണ്, ഉള്ളിലേക്ക് ഇറങ്ങണം. അതിനുശേഷം ഞാൻ HA വിളിച്ചു, സജില മേഡത്തിനെ വിളിച്ചിട്ട് മേഡം ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. അപ്പം മേഡം 2 സ്റ്റാഫിനെ വിട്ട് ആ സ്റ്റാഫ് പറഞ്ഞു ഇവിടെ ക്ലിയറാണ്. ആ സമയത്ത് ഒഴുകുന്ന വെള്ളമല്ലേ. ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇവർ വരുന്ന വഴിക്ക് ഇവരുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഒക്കെ എല്ലാവരും MLA ഒക്കെ വന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് ഇരിക്കുന്നത് ഈ തോട്ട് കിടക്കാം. നമുക്ക് കിണർ ഉപയോഗിക്കാൻ പറ്റില്ല. വെള്ളം ഇങ്ങനെ അടുപ്പിക്കാൻ പറ്റില്ല. അത്രയും സ്മെല്ലാണ്. ഈ കനാൽ സ്കൂളിനടുത്തായി ഒഴുകുന്നതിനാൽ സ്കൂൾ കുട്ടികളിൽ പല അസുഖങ്ങൾ പിടിപെടാനും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഇനിയും ഇത്തരത്തിൽ മലിനജലം കനാലിൽ ഒഴുക്കിവിടുകയാണെങ്കിൽ അവർക്കെതിരെ എത്ര ഉന്നതരായാലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര പറഞ്ഞു. ഈ തോട് മലിനജലമായി കിടക്കുകയാണ്. മലിനമായി കിടക്കാന്ന് മാത്രമല്ല ഈ കിണർ, ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ കിണറുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം രൂക്ഷം, ഇതൊക്കെ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്? അല്ല, ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമ്മുടെ നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം, ശുചിത്വമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗം ആളുകൾ വളരെ കാര്യക്ഷമമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. പരിശോധന നടത്തുകയും ഓവുചാലിലേക്ക് തുറന്നു വിടുന്ന എല്ലാം അടപ്പിക്കാൻ ഉൾപ്പെടെയുള്ള അടപ്പിച്ചിട്ടുണ്ട്. നിരന്തരം അത് മാത്രമല്ല നമ്മൾ നൈറ്റ് സ്ക്വാഡ് വെച്ചിട്ട് വളരെ ശക്തമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് എവിടുന്ന് ഇങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് ഇതുവരെ പരിശോധിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ദിവസവും ഓരോ മഴ പെയ്യുമ്പോഴും ഇവിടുത്തെ ആളുകൾ പറയുന്നത് അതാണ്. ഓരോ മഴ വരുമ്പോഴും ഇവിടെ വേസ്റ്റ് ഇങ്ങനെ ഇളക്കി വിടുകയും ഇന്ന് അതിനേക്കാളും രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. സാധാരണ നിലയിൽ കക്കൂസ് മാലിന്യം, വേസ്റ്റ്, മലിന വെള്ളം ഇങ്ങനെയാണെങ്കിൽ കൂടി ഇന്ന് മീനുകൾ ഉൾപ്പെടെ ചത്തുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആളുകൾ ആരാണെന്ന് ഇന്ന് തന്നെ അതിനുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി ആരാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നടപടി, അത് ആരായാലും വേണ്ടില്ല, എത്ര വലിയവരായി കഴിഞ്ഞാലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും നാട്ടുകാരും കൂടി നമ്മളോട് സഹകരിക്കണം. കാരണം ഇത് എവിടുന്ന് അവർക്കും ഒരു കൂട്ടായ ഒരു ശ്രമം ഉണ്ടായാൽ മാത്രമേ അവർക്കും ഈ നാട്ടിലെ പ്രധാന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ആളുകൾ ആരാണ് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും. അതിനെതിരെ ശക്തമായ നടപടിയെടുക്കും. സിറ്റി ന്യൂസ്, കണ്ണൂർ.